ആ ഇരിക്ക ഇരിക്ക ഇരിക്ക. നീ ചോദിക്കും ചോദിക്കും. നോക്ക്, ഈ രാത്രി വളരെ വിലപ്പെട്ടതാണ്. സ്വപ്നങ്ങളുടെ രാത്രിയാണ്. ഓരോ ചൂട് സൂക്ഷിച്ചു വെക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇല്ലെങ്കിൽ പേടിക്കല്ലേ, ധൈര്യമായിരിക്കണം. ഇന്നത്തെ രാത്രി നീ ജയിച്ചാലുണ്ടല്ലോ, പിന്നെ അയാള് നിന്റെ ദാസനായിക്കോളും. അവള് പേടിച്ചു പോയി കേട്ടോ. നോക്ക് നോക്ക്, കള്ളി നാണിച്ചിരിക്കുന്ന. ഇത് ശരിയാക്കി വെക്കേ. എങ്ങനെ ഇട്ടാല് ഇനി വന്ന് നോക്കുമ്പോണ്ടല്ലേ. ഇനി നമുക്ക് പോവാം. ശരി ശരി. ഒരുപക്ഷെ ഇത് ആദ്യത്തെ സംഭവമായിരിക്കാം മണവാളിനെ സ്വാഗതം ചെയ്യാൻ മണവാട്ടി കരഞ്ഞു പേടിപ്പിക്കുന്നത്. ഏയ് ഏയ് എന്തു പറ്റി? നിനക്കെന്താ സുഖമില്ല രേവ? അവിടെ കട്ടിലിൽ ഞാനൊരു വധുവിനെ കണ്ടു. അത് കൊള്ളാം. വധു ഇവിടല്ലേ? ഇതുവരെ അവിടെ കട്ടിലെത്തിയില്ലല്ലോ. ഏയ് എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? ഗിരീഷ്, അവിടെ ഇപ്പോ ആ കട്ടിലിൽ ഞാനൊരു വധുവിനെ കണ്ടു. എന്റെ രേവ, അവിടെ ആരുമില്ല, ഒന്നുമില്ല അവിടെ. നോക്കൂ. രേവ, ഒന്നിങ്ങോട്ട് വരൂ. വധു ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ കണ്ണാടിയിലെന്ന് മാത്രം. കൊള്ളാം കൊള്ളാം, ഇതൊരു അത്ഭുതം തന്നെ. സ്വന്തം പ്രതിച്ഛായ കണ്ണാടിയിൽ കണ്ടു പേടിക്കുക. അല്ല ഗിരീഷ്, പക്ഷെ അവിടെ പക്ഷേ ഭിക്ഷയൊക്കെ കളയെ. ഇപ്പൊ ഞാൻ എന്റെ നവവധുവിനെ ഈ കൈകളിലെടുത്ത് ആ കട്ടിലെത്തിക്കാം. രേവ, സാധാരണ മണവാളൻ മുറിയിലേക്ക് വരുമ്പോ മണവാട്ടി നാണിച്ച് മുഖം കുനിച്ചിരിക്കും. പിന്നെ മണവാളൻ പ്രേമപൂർവ്വം മുഖം പിടിച്ചുയർത്തും. അതിന്റെ രസം എന്നറിയണ്ടേ? നാണിച്ച് മുഖം കുനിച്ചിരിക്കൂ. ഞാൻ വീണ്ടും നടന്നു വരാം.
ഇനി ഈ പൂർണ്ണേന്ദുവിനെ മേഘപടലങ്ങൾ മാറ്റി ഒന്ന് കണ്ടോട്ടെ. എന്തു പറ്റി രേവ? രേവ 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 എന്തു പറ്റി? എന്തു പറ്റി രേവ? അവിടെ എന്ത്? അത് എന്താ ഇത്? രേവ, നീ പേടിച്ചിരിക്കുന്നു രേവ. വേണ്ട, നിങ്ങൾ പോണ്ട. രേവ, ഞാൻ പോയി നോക്കി വരാം. നീ പേടിക്ക. വേണ്ട, വേണ്ട, പ്ലീസ് നിങ്ങൾ രേവ, പോണ്ട. പ്ലീസ്. എന്താ പറ്റിയ ഗിരീഷേ? എന്തു പറ്റി? അവൾ എന്തിനാ നിലവിളിച്ചത്? അറിയില്ലമ്മേ, എനിക്കറിയില്ല. അവൾ പേടിച്ച പോലെയുണ്ട്. പേടിച്ചോ? അതെ അമ്മേ. മനസ്സിലായി.